പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി കാരംവേലിയിലെ 50ഓളം കുടുംബങ്ങൾക്ക് കൊടും വേനലിൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. ജലജീവൻ പദ്ധതിയുടെ കുടിവെള്ള പൈപ്പ് കണക്ഷൻ സമീപത്തുകൂടി പോകുന്നുണ്ടെങ്കിലും വെള്ളം മാത്രമില്ല. കുടിവെള്ള പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരത്തിന് വീടുകൾക്ക് സമീപം ഒരു വാട്ടർ ടാങ്ക് പണിയണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. കാണാം, പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തുള്ളി കുടിക്കാനില്ല. വെയിലായാലും മഴയായാലും വെള്ളത്തിന് വേണ്ടി ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഏകദേശം 50ലധികം കുടുംബങ്ങൾ പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി കാരംവേലിയിലുണ്ട്. ഏകദേശം 800 മുതൽ 1200 രൂപ വരെ കൊടുത്താണ് ഇവർ വെള്ളം വാങ്ങുന്നത്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞ് വർഷങ്ങൾ കഴിയുന്നു. ഇതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതുമാത്രവുമല്ല, ജലജീവൻ പദ്ധതിയുടെ പൈപ്പൊക്കെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതിൽ വെള്ളം മാത്രമില്ല. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്ഥാനാർത്ഥികൾ ഇവിടങ്ങളിലെത്തി കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് ഉറപ്പ് നൽകും. പക്ഷേ തിരഞ്ഞെടുപ്പുകൾ മാറി മാറി വരുന്നതല്ലാതെ 50ലധികം വരുന്ന കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. കുടിവെള്ളം കാശു കൊടുത്തു വാങ്ങി അളന്നുപയോഗിക്കേണ്ട ഗതികേടിലാണ് കാരംവേലിയിലെ കുടുംബങ്ങൾ. നേരിടുന്നത് വലിയ പ്രയാസമെന്ന് നാട്ടുകാർ. വേനൽക്കാലത്തല്ല, മഴയത്ത് ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം അടിക്കുന്നവരാണ്. വില കൊടുത്താണ് ഞങ്ങൾ വെള്ളം മേടിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് കംപ്ലൈൻറ്റുകളും പരാതികളും പറഞ്ഞാണ് കഴിഞ്ഞ ഭരണസമിതിക്ക് ഞങ്ങൾ ഒത്തിരി ഇതൊക്കെ പറഞ്ഞ്, കഴിഞ്ഞ മെമ്പർ ഞങ്ങളോട് പറഞ്ഞു അവിടെ വസ്തു അവർ തരാം, കിണർ കുഴിച്ച് വെള്ളം ഇങ്ങോട്ട് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നടന്നില്ല. ഈ അടുത്ത പ്രദേശത്തൊന്നും അങ്ങനെ വെള്ളമില്ല. ഞങ്ങളങ്ങ് താഴെ കുഴിയിലൊക്കെ ചെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം. പക്ഷേ ഇപ്പോൾ പോകാനും കോരാനൊന്നും വയ്യാത്തതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കുക. നമുക്കൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നിവർത്തിയില്ല. എന്നാലും വെള്ളമായതുകൊണ്ട് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. കഴിഞ്ഞ കുറെ കാലമായി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് കണക്ഷൻ വീടുകൾക്ക് സമീപമുണ്ട്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പൈപ്പിലൂടെ വെള്ളം എത്തുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി കുറച്ചുനാൾ മുമ്പ് വീടുകൾക്ക് സമീപം ബൂസ്റ്റർ പമ്പ് വെച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞാൻ ഇവിടെ പഞ്ചായത്തിന് ഒരു 7 വർഷം മുമ്പ് 2 സെന്റ് സ്ഥലം കൊടുത്ത് ടാങ്ക് കിട്ടി വെള്ളം തരാമെന്ന്. ഇതുവരെ അവിടെ ടാങ്ക് കിട്ടി. ഒരു 7 ലക്ഷം രൂപ കൊടുത്ത് താഴെ കൊണ്ടുവന്ന് ഒരു കോഴിക്കോട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു മോട്ടറും പിടിപ്പിച്ചു. വെള്ളവുമില്ല, ഇവിടെ ആർക്കും വെള്ളവുമില്ല. അതെന്തോ ഞാൻ 7 ലക്ഷം രൂപ മുടക്കിയെന്ന് അറിയത്തില്ല. 2 സെന്റിൻ്റെ സ്ഥലം കൊടുത്തത് അതുപോലെ അവിടെ കിടപ്പുണ്ട്. ഇത് ഞങ്ങൾക്ക് വെള്ളവുമില്ല. ഇവിടെ ഒരു 10 വീട് 10-12 വീട് മേപ്പോട്ടുണ്ട്. മേളിലോട്ട് ആർക്കും വെള്ളമില്ല. ഞങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക ഡെയിലി വെള്ളം 800 രൂപ തോളം. ഇപ്പോൾ 1000 രൂപ മേടിച്ച് കഴിഞ്ഞ ദിവസം ആരോണ്ട് കൊണ്ട് അവിടെ വെള്ളം കൊണ്ടുപോയിച്ചാലും. ആ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. വേഗലൂരിപ്പിനാന്നും പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. അവിടെ പൈപ്പ് ഉണ്ടാക്കി അവർ വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് മുരിപ്പിനോട് വെച്ചിട്ടുണ്ട്. ഇവിടെ പൈപ്പെല്ലാം കൂടെ വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഇല്ലത്. ആഴ്ചയിൽ 2 പ്രാവശ്യം വീതമാണ് ഞങ്ങൾ 800 രൂപ. ഇപ്പോൾ 800 ചില്ലുവാനും രൂപ. വെള്ളത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം. എത്രയോ വർഷം കൊണ്ട് വേങ്ങൂരിപ്പിന് വെള്ളം വരുത്തുക. എല്ലാവരും വന്നു പോകും, വെള്ളം തരാമെന്ന് പറയും. പിന്നെ ഒന്നിനെയും കാണുന്നില്ല, വെള്ളവും ഇല്ല. ഞങ്ങൾ എവിടുന്ന് തോട്ടിലുണ്ടോ കനാലിലുണ്ടോ? ഞങ്ങൾ എങ്ങനെ തുണി നനച്ച് കുളിക്കും? എന്തോ ബുദ്ധിമുട്ട്. എന്നും നമുക്ക് തന്നെ പൈസ എല്ലാം കിടക്കുന്നു. നമുക്ക് വെള്ളം കാശ് കൊടുത്ത് എന്നും അടിക്കാൻ. അൻപതിലധികം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം ഉയർന്ന മേഖലയായതിനാൽ പൈപ്പിലൂടെ വെള്ളമെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ വീടുകൾക്ക് സമീപത്തായി ഒരു വാട്ടർ ടാങ്ക് പണിത് കുടിവെള്ളം എത്തിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പം നിലവിൽ മല്ലപ്പുഴശ്ശേരി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ സാധനം ടാങ്ക് സ്ഥിതി ചെയ്യുന്നതിനെക്കാട്ടിൽ നിലവിൽ ഇത് ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ ടാങ്കിലെ വെള്ളം ഇവിടെ കിട്ടാത്തത്. അതിന് കഴിഞ്ഞ ഭരണസമിതി സമയത്ത് 7,20,000 രൂപ ചിലവാക്കി നമ്മൾ താഴെ ഒരു ബൂസ്റ്റർ പമ്പ് ഫിറ്റ് ചെയ്തായിരുന്നു. ഒരു 2 മണിക്കൂർ അടിക്കുമ്പോൾ ഇവർക്ക് വെള്ളം കിട്ടുന്നു. പക്ഷേ എങ്കിൽ അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇതുപോലെ വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുവാൻ ഈ പഞ്ചായത്തിന് നിലവിൽ സാധിക്കത്തില്ല. അപ്പം ഇത് വാട്ടർ അതോറിറ്റിയെ അവരിത് മുൻകൈയെടുത്ത് ഇതൊരു വാട്ടർ ടാങ്ക് ഈ മുരിപ്പിൻ്റെ മണ്ടയ്ക്ക് പണിയുകയും മറ്റുള്ളവർക്ക് ഈ താഴെ ഉള്ളവർക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റിയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നുകൂടി നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വെള്ളമില്ലാത്ത ഒരു ദിനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല.
കാരംവേലിയിലെ കുടിവെള്ള പ്രശ്നം അങ്ങേയറ്റം ഗൗരവതരമാണ്. അത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. സുധീഷ് അമ്മൻ പറയുന്നു, ജനസേവകരൊക്കെ ഇതൊന്നും കാണുന്നില്ലേ? ഇത് തന്നെയാണ് പൊതുജനം കഴുതയല്ല സാറിനും ചോദിക്കാനുള്ളത്. നാട്ടിലെ ജനസേവകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമൊന്നും ഇതൊന്നും കാണുന്നില്ലേ? കുറേ ആളുകൾക്ക്, ഒരു പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ജലം ജീവനാണ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയുള്ള ആ ജലം കിട്ടാതെ വളരെ കഷ്ടപ്പെടുന്ന ഈ മനുഷ്യരുടെ പ്രശ്നത്തിനൊരു പരിഹാരം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും അവിടുത്തെ ജനപ്രതിനിധികളുമൊക്കെ അക്കാര്യത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അവർക്ക് അടിയന്തരമായി കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.